ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പുതുതലമുറ ആശയവിനിമയ ഉപഗ്രഹം ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2 ഭ്രമണപഥത്തിലെത്തിക്കാനൊരുങ്ങി ISRO. വിക്ഷേപണം രാവിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട സമ്മേളനം ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഹരിയാന സന്ദർശിക്കും. വ്യാജ വിത്തുകളുടെയും വളത്തിന്റെയും വിൽപ്പന തടയുന്നതിന് കർശന നിയമങ്ങൾ കൊണ്ടുവരുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ആരോഗ്യവകുപ്പ്. ബംഗ്ലാദേശിലെ അക്രമ സംഭവങ്ങളിൽ ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ളയെ വിളിച്ചുവരുത്തി ആശങ്കയറിയിച്ച് വിദേശകാര്യ മന്ത്രാലയം. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം വനിതാ T20 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റിന് വിജയം. വാർത്തകൾ വിശദമായി. പുതുതലമുറ ആശയവിനിമയ ഉപഗ്രഹം ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2 ഭ്രമണപഥത്തിലെത്തിക്കാനൊരുങ്ങി ISRO. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ രാവിലെയാണ് വിക്ഷേപണം. ISROയുടെ LVM-3 M6 റോക്കറ്റാണ് അമേരിക്കയുടെ AST സ്പേസ് മൊബൈൽ ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുക. ഒരു റിപ്പോർട്ട്. ടവറുകളും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുമില്ലാതെ മൊബൈൽ ഫോണുകളിൽ നേരിട്ട് ഇന്റർനെറ്റ് എത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് ബ്ലോക്ക് 2. അമേരിക്കൻ കമ്പനിയായ AST മൊബൈലിനു വേണ്ടിയാണ് വിക്ഷേപണം. ലോകമെമ്പാടുമുള്ള സ്മാർട്ട് ഫോണുകളിൽ നേരിട്ട് അതിവേഗ സെല്ലുലാർ ബ്രോഡ്ബാൻഡ് ലഭ്യമാക്കുന്ന പുതുതലമുറ ഉപഗ്രഹമാണിത്. ഇതോടെ ടവറുകളും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളും സമീപഭാവനയിൽ കാലഹരണപ്പെട്ടേക്കും. ISROയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹ വിക്ഷേപണമാണ് ഇന്ന് രാവിലെ 8:54 ശ്രീഹരിക്കോട്ടയിൽ നടക്കുന്നത്. 6500 കിലോഗ്രാം ഭാരം. ഭൂമിയിൽ നിന്ന് 520 കിലോമീറ്റർ അകലെയാണ് ഭ്രമണപഥം നിശ്ചയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പുതുതലമുറ ആകാശ് സിസ്റ്റത്തിന്റെ ഉപയോക്തൃ മൂല്യനിർണ്ണയ പരീക്ഷണങ്ങൾ DRDO വിജയകരമായി പൂർത്തിയാക്കി. പരീക്ഷണവേളയിൽ അതിർത്തിയോട് അടുത്ത് വ്യത്യസ്ത ശ്രേണികളിലും ഉയരങ്ങളിലുമുള്ള വ്യോമ ലക്ഷ്യങ്ങളെ മിസൈലുകൾ വിജയകരമായി തകർത്തുവെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ബന്ധപ്പെട്ട എല്ലാവരെയും അഭിനന്ദനമറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഹരിയാന സന്ദർശിക്കും. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് സമ്മേളനം, ഹരിയാന പോലീസ് പാസിംഗ് ഔട്ട് പരേഡ്, മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രതിമ അനാച്ഛാദനം ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ ശ്രീ അമിത്ഷാ പങ്കെടുക്കും. പഞ്ച്കുലയിലെ സെക്ടർ 5-ലെ ഇന്ദ്രധനുഷ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വീർ ബാൽ ദിവസ് പരിപാടിയിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പങ്കെടുക്കും. ദിത്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയുടെ പുനർനിർമ്മാണത്തിന് 450 ദശലക്ഷം രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ശ്രീലങ്ക സന്ദർശിക്കുന്ന വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത ഹെറാത്തുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളുമായി സംവദിച്ചു. ഇന്ത്യയുടെ അയൽപ്പക്കമാദ്യം എന്ന നയത്തിനും മഹാസാഗർ നയത്തിനും അനുസൃതമായി ശ്രീലങ്ക ചുഴലിക്കാറ്റ് മൂലമുണ്ടായ പ്രതിസന്ധിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നേരിട്ട സമയത്ത് ഇന്ത്യ അതിവേഗം സഹായം നൽകിയതായി അദ്ദേഹം പറഞ്ഞു. The letter from Prime Minister Modi that I handed over builds on our first responder role and commits a reconstruction package of $450 million to Sri Lanka, and in line with our neighborhood first and Mahasagar policies. It was only natural that India stepped forward at a time when Sri Lanka faced a crisis. We have done so when you were going through economic difficulties as well. വ്യാജ വിത്തുകളുടെയും വളത്തിന്റെയും വിൽപ്പന തടയുന്നതിന് കർശന നിയമങ്ങൾ കൊണ്ടുവരുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ 2 പുതിയ നിയമങ്ങൾ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിൽ സംഘടിപ്പിച്ച കർഷക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാൻമന്ത്രി ഫസൽ ബീമ യോജനയിലെ പോരായ്മകൾ പരിഹരിക്കാൻ സർക്കാർ പ്രവർത്തിക്കുന്നതായും കൃഷിമന്ത്രി വ്യക്തമാക്കി. प्रधानमंत्री फसल बीमा योजना में जहां जहां जो कमियां थी उन कमियों को दूर करने का प्रयास कर रहे हैं. कई बार बीमा कंपनियां बहुत देर करती थी क्लेम देने में. अब हमने तय किया बीमा कंपनी अगर देर करेगी क्लेम सेटल होने के 21 दिन के बाद 1 दिन भी देर बीमा कंपनियों ने की तो 12% ब्याज किसान को देना पड़ेगा. അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ICAO കൌൺസിലിലേക്ക് ഇന്ത്യ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവാണ് ഇക്കാര്യം അറിയിച്ചത്. വ്യോമയാന മേഖലയിൽ വികസ്വര രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിലും ICAO മാനദണ്ഡങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും പ്രധാന പങ്കുവഹിക്കുന്ന രാജ്യമായി ഇന്ത്യ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പുതിയ വിമാന കമ്പനികളുമായി കൂടിക്കാഴ്ച നടത്തിയതായി ശ്രീ രാം മോഹൻ നായിഡു അറിയിച്ചു.
ശംഖ് എയർ, അൽ ഹിന്ദ് എയർ, ഫ്ളൈ എക്സ്പ്രസ് എന്നീ വിമാന കമ്പനികൾക്ക് ഇതിനകം മന്ത്രാലയത്തിൽ നിന്ന് എൻഒസി ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലായ സമുദ്ര പ്രതാപ് ഇന്ത്യൻ തീരദേശ സംരക്ഷണ സേനയുടെ ഭാഗമായി. ഇന്നലെ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നടന്ന ചടങ്ങിലാണ് കപ്പൽ തീരദേശ സംരക്ഷണ സേനയ്ക്ക് കൈമാറിയത്. റെയിൽവേ ട്രാക്കിൽ വന്യമൃഗങ്ങൾ അപകടത്തിൽപ്പെടുന്നത് തുടരുന്ന സാഹചര്യത്തിൽ ഇത് തടയാൻ AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുമെന്ന് റെയിൽവേ. വന്യമൃഗ സാധ്യതയുള്ള മേഖലകളിൽ AI ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം സ്ഥാപിക്കും. ഇതുവഴി 1/2 കിലോമീറ്റർ മുൻപേ ലോക്കോ പൈലറ്റുമാർക്ക് മുന്നറിയിപ്പ് ലഭിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ വടക്ക് കിഴക്കൻ റെയിൽവേയിൽ 141 കിലോമീറ്ററിൽ ഇത് സ്ഥാപിച്ചത് വിജയകരമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 129-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 26 വരെ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ബംഗ്ലാദേശിലെ അക്രമ സംഭവങ്ങളിൽ ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ളയെ വീണ്ടും വിളിച്ചുവരുത്തി ആശങ്കയറിയിച്ച് വിദേശകാര്യ മന്ത്രാലയം. കഴിഞ്ഞ ആഴ്ച ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി ബംഗ്ലാദേശിലെ സുരക്ഷാ അന്തരീക്ഷം വഷളാകുന്നതിൽ ഇന്ത്യയുടെ ശക്തമായ ആശങ്കകൾ അറിയിച്ചിരുന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങളിലും ദിബു ചന്ദ്രദാസിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയതിലും നിരവധി സംഘടനകൾ ഇന്നലെ ന്യൂഡൽഹിയിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് പുറത്ത് പ്രതിഷേധിച്ചു. തുടർന്ന് ഹൈക്കമ്മീഷന് പുറത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. കരട് പട്ടികയിൽ ഉൾപ്പെടാത്ത ASD പട്ടികയിലുള്ളവരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനായി അപേക്ഷയും സത്യവാങ്മൂലവും നൽകണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. ഇന്നലെ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെയാകും നൽകാനാവുക. ഇങ്ങനെ ലഭിക്കുന്ന അപേക്ഷകളിന്മേലുള്ള നടപടികൾ ഉടനെ ആരംഭിക്കും. ആരെയൊക്കെ ഹിയറിംഗിന് വിളിക്കണമെന്ന് അതാത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരായിരിക്കും തീരുമാനിക്കുക. കരട് പട്ടികയിൽ പേര് ഇല്ലാത്തവർക്ക് ഫോറം 6, സത്യവാങ്മൂലം എന്നിവയുമായി ഓൺലൈനായോ BLOമാർ വഴിയോ അപേക്ഷ നൽകാം. ഇവരെ ഹിയറിംഗിന് വിളിക്കുകയാണെങ്കിൽ എന്തെല്ലാം രേഖകൾ ഹാജരാക്കണമെന്ന് നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കും. കരട് പട്ടികയിലുള്ള പേരിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അപേക്ഷകളും ഇപ്പോൾ നൽകാം. കേരളത്തിൽ ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നന്നായി വേവിച്ച കോഴിയിറച്ചി മാത്രമേ കഴിക്കാവൂ എന്നും പച്ചമാംസം കൈകാര്യം ചെയ്യുന്നവർ മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. താറാവുകളിലും കോഴികളിലുമാണ് അണുബാധ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷികളെ കൊല്ലുന്നത് ഉൾപ്പെടെയുള്ള നിരീക്ഷണവും നിയന്ത്രണ നടപടികളും ജില്ലാ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ശക്തമാക്കിയിട്ടുണ്ട്. മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമല ദർശനത്തിന് വിർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ നിയന്ത്രണം. തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തുന്ന ഈ മാസം 26-ന് 30,000 പേരെയും മണ്ഡലപൂജ നടക്കുന്ന ശനിയാഴ്ച 35,000 പേരെയുമേ വിർച്വൽ ക്യൂ വഴി അനുവദിക്കുകയുള്ളൂ. സ്പോട്ട് ബുക്കിംഗ് 2,000-ആയി നിജപ്പെടുത്തി. തങ്കയങ്കി ഘോഷയാത്ര ഇന്നലെയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടത്. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ പ്രാർത്ഥനയിലും സന്തോഷത്തിലും കേരളത്തിലെ ദേവാലയങ്ങൾ. പുൽക്കൂട്ടിൽ പിറന്ന രക്ഷകന്റെ തിരുനാൾ ആഘോഷിക്കാനൊരുങ്ങുകയാണ് നാടും നഗരവും. പ്രധാന പള്ളികളുടെയും സമീപ റോഡുകളുടെയും വർണ്ണാഭമായ അലങ്കാരം നഗരപ്രദേശങ്ങളിൽ ഉത്സവ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. നാളെയാണ് ക്രിസ്തുമസ്. ഇന്നലെ വിശാഖപട്ടണത്ത് നടന്ന വനിതകളുടെ 2ാം അന്താരാഷ്ട്ര T20 മത്സരത്തിൽ ശ്രീലങ്കയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ശ്രീലങ്ക ഉയർത്തിയ 129 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 11.5 ഓവറിൽ ലക്ഷ്യം കണ്ടു. ഇന്ത്യയ്ക്കായി ഷഫാലി വർമ്മ 34 പന്തിൽ നിന്ന് 69 റൺസ് നേടി പുറത്താകാതെ നിന്നു. പരമ്പരയിലെ അടുത്ത മത്സരം ഡിസംബർ 26-ന് തിരുവനന്തപുരത്ത് നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുതലമുറ ആശയവിനിമയ ഉപഗ്രഹം ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഭ്രമണപഥത്തിലെത്തിക്കാനൊരുങ്ങി ISRO. വിക്ഷേപണം രാവിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട സമ്മേളനം ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഹരിയാന സന്ദർശിക്കും. വ്യാജ വിത്തുകളുടെയും വളത്തിന്റെയും വിൽപ്പന തടയുന്നതിന് കർശന നിയമങ്ങൾ കൊണ്ടുവരുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ആരോഗ്യവകുപ്പ്.
ബംഗ്ലാദേശിലെ അക്രമ സംഭവങ്ങളിൽ ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ളയെ വിളിച്ചുവരുത്തി ആശങ്ക അറിയിച്ച് വിദേശകാര്യ മന്ത്രാലയം. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം വനിതാ T20 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റിന് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.